നമസ്കാരം. കേരളത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിന് തമിഴ്നാടിന്റെ പിന്തുണ. ആപ്പ് ഭരിക്കുന്ന ഡൽഹിയും പഞ്ചാബും സംസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സഹകരിക്കും. മറ്റന്നാൾ ജന്തർ മന്ദറിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം. ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക, സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സഹായം ലഭ്യമാക്കുക തുടങ്ങിയവയാണ് പ്രധാന മുദ്രാവാക്യങ്ങൾ. DMK നേതാക്കൾ കറുത്ത വസ്ത്രം ധരിച്ചായിരിക്കും സമരത്തിൽ അണിചേരുക. മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളും ഭഗവത് മന്നും സമരത്തിൽ പങ്കെടുക്കും. നാളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടക്കും. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കേന്ദ്രത്തിനെതിരെ ആരൊക്കെ? ദക്ഷിണേന്ത്യൻ പ്രതിരോധമാകുമോ? കോൺഗ്രസിന് എതിർപ്പ് കേരളത്തിൽ മാത്രമോ? സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമെന്ത്? ഈ ചർച്ചയിൽ ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ശ്രീ VP ശ്രീപത്മനാഭൻ BJP എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ച. കേന്ദ്രവിരുദ്ധ സമരത്തിന് ആരൊക്കെ? ആദ്യം ശ്രീ രാജു P നായർ, ഇന്ന് കർണാടകയിൽ ഇറങ്ങിയിരിക്കുന്ന മിക്കവാറും പത്രങ്ങളിലൊക്കെ ഒരു ഫുൾ പേജ് പരസ്യമുണ്ട്. ഡെക്കാൻ ഹെറാൾഡ് അടക്കമുള്ള പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം കർണാടക സർക്കാരിൻ്റെതാണ്. ആ പരസ്യം മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയുടെ ഒരു പ്രത്യേക ചിത്രീകരണമാണ്. മഹാത്മാഗാന്ധി മുമ്പിൽ, പിറകെ സിദ്ധരാമയ്യ, അതിന് പിറകിൽ DK ശിവകുമാർ. മൈ ടാക്സ് മൈ റൈറ്റ്, ഇതാണ് മുദ്രാവാക്യം. ചലോ ഡൽഹി. ആവശ്യങ്ങൾ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് the financial atrocities committed by the central government on Kannadigas and Karnataka, disparity in allocation of grants to Karnataka, injustice to Kannadigas in providing facilities. ഈ പറഞ്ഞ കർണാടക കന്നഡിക എന്നുള്ളത് മാറ്റി കേരള മലയാളി എന്നാക്കിയാൽ കേരള സർക്കാരിൻ്റെ കാര്യമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കർണാടക, നാളെ ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുകയാണ്. അപ്പോൾ ആ ആവശ്യം ന്യായമാണെന്ന് തോന്നുകയും കേരള സർക്കാർ അതേ ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് അന്യായമാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടോ കോൺഗ്രസിന്? അല്ല, കേരളം മുന്നോട്ട് വെക്കുന്ന ആവശ്യം അന്യായമാണെന്ന് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ BJP ഇതര സർക്കാരുകളോട് വിവേചനം കാണിക്കുന്നുവെന്നും അവർ നികുതി വീതിച്ച് നൽകുക, ഡെവല്യൂഷൻ ഓഫ് ടാക്സിലും അതുപോലെ തന്നെ റവന്യൂ ഗ്രാൻഡ്, ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് നൽകേണ്ട തുകയിൽ പക്ഷപാതിത്വം കാണിക്കുന്നു എന്നുള്ളതും അത് പുനഃപരിശോധിക്കപ്പെടണമെന്നും കേന്ദ്ര പദ്ധതികളിൽ ഉള്ള പ്രപ്പോർഷൻ അത് കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതെല്ലാം കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വെക്കുന്ന പരാതികളാണ്. അത് കേരളത്തിന്റെ ആ പരാതികളോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. കേരളത്തിന്റെ ആ പരാതികളോട് ഞങ്ങൾക്ക് എവിടെ എതിർപ്പ്? അല്ല, പക്ഷെ ഞങ്ങളുടെ എതിർപ്പ് എവിടെയാ? ഞങ്ങളുടെ എതിർപ്പ് BJPയുടെ ശൈലി. അല്ല, ഞാൻ പറയട്ടെ അഭിലാഷ്, ഞാൻ അതിലേക്ക് വരുന്നത്. ഞങ്ങളുടെ പരാതി എവിടെയാ? ഞങ്ങളുടെ പരാതി ആ കേന്ദ്രവിരുദ്ധ മനോഭാവത്തിന്റെ മറവിൽ സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടും ധനകാര്യ മിസ്മാനേജ്മെൻറ്റും ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു പരാജയപ്പെട്ട സർക്കാർ ആ കേന്ദ്രവിരുദ്ധ വികാരത്തിൻ്റെ മറവിൽ ഒളിക്കാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നല്ലോ. MP-മാർ സംയുക്തമായിട്ട് നിവേദനം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ എവിടെയാ തെറ്റിയത്? കേന്ദ്രവിരുദ്ധം കാണിക്കുന്ന ഡെവല്യൂഷൻ ഓഫ് ടാക്സിൻ്റെ, റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അതിനു പകരം കേരളത്തിലെ നികുതി പിരിവിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ധനകാര്യ മിസ്മാനേജ്മെൻറ്റും ധൂർത്തിൻ്റെയും മുഖമുദ്രയായിരിക്കുന്ന ഒരു സംസ്ഥാനം, അതിൻ്റെ മറവിൽ തങ്ങളുടെ കഴിവുകേടിനെ മറച്ചു വെക്കുന്ന രീതിയിൽ അത് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ട് വരുന്നത് കൊണ്ട് ഞങ്ങൾ അതിൽ ഒരുമിച്ചില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് അഭിലാഷ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ UDFൻ്റെ MP-മാർ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്തു. ഇല്ലേ? ഞങ്ങൾ സമരത്തിന് തയ്യാറാണ്. പക്ഷെ പിണറായി വിജയനൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെയും ധൂർത്തിന്റെയും വീഴ്ച മറച്ചു വെക്കാൻ നടത്തുന്ന ഒരു എക്സർസൈസിൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറല്ല. കർണാടകയുടെ സമരം ന്യായമാണ്. കേരളത്തിന് ഡെവല്യൂഷൻ ഓഫ് ടാക്സ് സംബന്ധിച്ചും മറ്റു വിഷയങ്ങൾ സംബന്ധിച്ചും ഉയർത്തുന്നത് ന്യായമാണ്. ഇപ്പൊ കർണാടകത്തിൽ എത്രയാ? കഴിഞ്ഞ സാമ്പത്തിക വർഷം കർണാടകത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ കിട്ടിയത് 1621 കോടി രൂപ മാത്രമാണ്. കേരളത്തെക്കാൾ ഉയർന്ന പോപ്പുലേഷനുള്ള കർണാടക. അതേസമയം കേരളത്തിന് 4639 കോടി രൂപ കിട്ടിയിരുന്നു. അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ അത്തരത്തിലുള്ള കേന്ദ്രവിരുദ്ധ സമരങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കൊരു ചോദ്യം അരുൺകുമാറിന് വരുമ്പോൾ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവരെയും, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ട്. മമതാ ബാനർജിയെ CPM ഈ സമരത്തിലേക്ക് ക്ഷണിക്കുമോ? ബംഗാളിനോട് BJPക്ക് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് അത്തരത്തിലൊരു വിവേചനമില്ല എന്ന് ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടി കൂടിയായ CPM-ന് അഭിപ്രായമുണ്ടോ?
അപ്പൊ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ധനകാര്യ മാനേജ്മെന്റ് ഡീറ്റെയിലിൽ പോയി ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദാംശങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാം. സ്വാഭാവികമായും സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയവും ഇതിലൊക്കെ നിഴലിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ CPM-ലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ VP ശ്രീപത്മനാഭൻ, ഇതിപ്പോ കേരളത്തിന്റെ സമരം എന്നുള്ള നിലയിൽ ഇതിനെ കാണണ്ട. കർണാടകയുടെ സമരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലോ ഡൽഹി പ്രക്ഷോഭമാണ് നാളെ. കേരളത്തിന് 57,400 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളതാണ് KN ബാലഗോപാലിന്റെ വാദമെങ്കിൽ 2018 തൊട്ട് അങ്ങോട്ട് 1,87,000 കോടി കേന്ദ്രം കട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും തുക കന്നഡിക മനുഷ്യർക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് കർണാടക സർക്കാരിന്റെ, ഇവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിലപാട്. അവരതിനു വേണ്ടി സമരം ചെയ്യുന്നു. ഇപ്പൊ കേരളം സമരം ചെയ്യുമ്പോൾ നോക്കൂ, ഇന്ന് MK സ്റ്റാലിൻ പരസ്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ ഓട്ടോണമിയിൽ യൂണിയൻ ഗവൺമെന്റ് കൈകടത്തുകയാണ്. അപ്പൊ ഇതിനെതിരെ ഞങ്ങളുണ്ട് എന്ന് തമിഴ്നാട് പറയുന്നു. അപ്പോൾ നോക്കൂ, കർണാടക, തമിഴ്നാട്, കേരളം 3 സംസ്ഥാനങ്ങൾ സമരപാതയിലാണ്. ഈ കേരളത്തിന്റെ സമരത്തിന് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ്, ഡൽഹി സംസ്ഥാനങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അനിതര സാധാരണമായ ഒരു സംഘർഷാത്മക അന്തരീക്ഷം ഉണ്ടാവുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അല്ല, ആരുടെയും സമരം ചെയ്യാനുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല, ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഒരു ജനാധിപത്യ രാജ്യമാണ്. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൻ്റെ MP-യുടെ പ്രസ്താവനയോടാണ്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കേണ്ടി വരുമെന്ന് കോൺഗ്രസിൻ്റെ ബാംഗ്ലൂർ റൂറൽ MP-യും അതോടൊപ്പം DK ശിവകുമാറിൻ്റെ സഹോദരനുമായ DK സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവനയോട് മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. എനിക്ക് ലളിതമായൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതെ, അവിടെയാണ് കുഴപ്പം. അവർക്ക് തന്നെ തള്ളി പറയേണ്ടി വരുന്നു അവരുടെ പ്രസ്താവനകളെയും പ്രവർത്തികളെയും. അവിടെയാണ് പ്രതിപക്ഷം, അവിടെയാണ് കുഴപ്പത്തിലാവുന്നത്. അതുപോട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ 3 ദിവസം 4 ദിവസമായി ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിച്ചു, 2, 3, 4 ഇങ്ങനെ നടക്കുന്നുണ്ട്. 3ഉം 4ഉം ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയായിരുന്നു. ഇപ്പോൾ ഇന്നലെയുണ്ട്, ഇന്നുണ്ട്. ഞാൻ ഒരു എന്താ പറയുക അവസരത്തിൽ പോലും രാജ്യസഭയിലോ ലോകസഭയിലോ ഞങ്ങളുടെ സംസ്ഥാനത്തിന് ഇത്ര രൂപ അന്യായമായി തടഞ്ഞു വെച്ചിട്ടുണ്ട്, കിട്ടേണ്ടതായ തുക ഇത്ര രൂപ ഇന്ന ഇനത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ള MP-മാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ MP-മാരോ തമിഴ്നാട്ടിലെ MP-മാരോ ആം ആദ്മി പാർട്ടിയുടെ MP-മാരോ ഇത്ര രൂപ ഇന്ന ഇനത്തിൽ തരാനുണ്ട്, എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ 4 ദിവസവും കണ്ടിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കേരളത്തിന് വേണ്ടി ആ ചോദ്യം ചോദിച്ചത് 2 കോൺഗ്രസ് MP-മാരാണ്. അവരൊരു സംശയ നിവാരണി എന്ന നിലയിൽ പണ്ട് NK പ്രേമചന്ദ്രൻ ചോദിച്ച പോലെ ചോദിച്ചതാണ്. ഇങ്ങനെ പോഷൻ പദ്ധതിയിൽ പൈസ കൊടുക്കാറുണ്ട് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? മൻരേഗയ്ക്ക് പൈസ കൊടുക്കാറുണ്ട്, അതായത് തൊഴിലുറപ്പിന് കൊടുക്കാറുണ്ട്, ശരിയാണോ എന്ന്. ആ 2നും കൃത്യമായ ഉത്തരം കിട്ടി, അതോടെ അവസാനിച്ചു. അതിൻ്റെ പേരിൽ പിന്നെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഈ തവണ ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ പാർലമെന്റിൽ ചോദ്യം ചോദിക്കാതിരിക്കുക. കാരണം പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ ഒരു ലോക്സഭാ ക്ലാരിഫിക്കേഷൻ വരുത്തിക്കോട്ടെ ശ്രീ VP ശ്രീപത്മനാഭൻ. ആരും ചോദ്യം ചോദിച്ചില്ല എന്ന് പറയരുത്. ദ ലോക്സഭ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് നമ്പർ 455 ടു ബി ആൻസേർഡ് ഓൺ മൺഡേ 5th February 2024. ഇതാ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ 5 ഫെബ്രുവരിയിൽ ഉത്തരം ചെയ്ത ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യം നമ്പർ 455. ഇത് കേരളത്തെ സംബന്ധിച്ച ചോദ്യമാണ്. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് DMK-യുടെ TR ബാലുവും A രാജയും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതിന് ഉത്തരം എന്ത് എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യം പാർലമെന്റിൽ വന്നിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അൺസാറ്റിസ്ഫാക്ടറി ആയ, അതായത് ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ 2 തവണയും ഒരിക്കൽ NK പ്രേമചന്ദ്രനും കേരളത്തിന് വേണ്ടി ചോദിച്ചു, കഴിഞ്ഞ തവണ 2 MP-മാർ ചോദിച്ചു. ഈ രസം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി ചോദിക്കുന്ന UDF MP-മാരാണ്. അവർക്ക് കിട്ടുന്ന ഉത്തരം സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ് ആണ്. പിന്നെ തർക്കമില്ല, അതോടുകൂടി അവസാനിക്കുകയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിനൊന്നും തർക്കം ഉണ്ടാവുന്നില്ല. അതിലൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് അവസാനിക്കുകയാണ് അതോടുകൂടി ആ വിഷയം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞു, പദ്ധതി വിഹിതത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊന്നും കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിക്കുന്നതല്ല, 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, ഈ പദ്ധതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ ജനസംഖ്യാ നിയന്ത്രണത്തിൽ എന്താ പറയുക കൃത്യത പാലിച്ച അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക്
1971 സെൻസസിൽ നിന്നും മാറ്റി 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി വിഹിതം നൽകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് യു പി പോലുള്ള ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 17.989% യു പിക്ക് കിട്ടുന്നത്. 10.343 ബീഹാറിന് കിട്ടുന്നത്. കേരളത്തിന് കിട്ടുന്നത് 1.92. ഇത് സത്യമാണ്. ജനസംഖ്യ കർശനമായി ആ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി വിഹിതം കുറയുകയും ജനസംഖ്യ ആ നിയന്ത്രണം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് പദ്ധതി വിഹിതം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല. ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് പദ്ധതി വിഹിതം കൊടുക്കുന്നത്. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, ദാരിദ്ര്യത്തിന്റെ ആ തോതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല, ഇതങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിനെ പറ്റി പറഞ്ഞു. പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കേരളത്തിന്. എൻ്റെ അടുത്ത് കണക്കുണ്ട്, ഞാൻ വായിക്കുക വേണമെങ്കിൽ. പശ്ചിമ ബംഗാൾ 42 ലോക്സഭാ സീറ്റുള്ള 8-9 കോടി ജനങ്ങളുള്ള സംസ്ഥാനമായ പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്നത് കേരളത്തിനാണ്. 14 സംസ്ഥാനങ്ങൾക്കേ അത് കൊടുത്തിട്ടുള്ളൂ. 14 സംസ്ഥാനങ്ങൾക്കേ അത് കൊടുത്തിട്ടുള്ളൂ. അതിൽ 2ാം സ്ഥാനത്ത് കേരളമാണ്, 1ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ. കേരളത്തെക്കാൾ വലിപ്പമുള്ള ആന്ധ്രാപ്രദേശ് 25 ലോക്സഭാ സീറ്റ്, കേരളത്തെക്കാൾ കുറച്ച് പൈസയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി GST വിഹിതമാണെങ്കിൽ GST കൗൺസിൽ എടുക്കുന്ന ഏകകണ്ഠേയമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കുന്നതാണ്. ഇതൊന്നും പൊളിറ്റിക്കൽ അല്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശുകാർ സമരം ചെയ്യാൻ പോകുന്നില്ല, BJP അല്ലല്ലോ ഭരിക്കുന്നത്. ഒറീസ സമരം ചെയ്യാൻ പോകുന്നില്ല, BJP അല്ലല്ലോ ഭരിക്കുന്നത്. പക്ഷെ സമരത്തിന് ഞാൻ എതിരല്ല. സമരം ജനാധിപത്യപരമായ അവകാശമാണ്, നിങ്ങൾ ചെയ്തു. ശരി, ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ വിഷയത്തിലേക്ക് വരാം. ശ്രീ കെ അരുൺകുമാർ, ഇപ്പൊ 57,400 കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. അതിന്റെ വിശദാംശങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ നോക്കൂ, ഇത് ആര് തരാനുള്ള പൈസ എന്ന് പറയുമ്പോൾ ഡെവല്യൂഷൻ ഓഫ് ഷെയറബിൾ ടാക്സസിന്റെ കാര്യമാണ് എങ്കിൽ അത് ഈ പറഞ്ഞ സംസ്ഥാന വിഹിതം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല, അത് ഫിനാൻസ് കമ്മീഷനാണ്. ഭരണഘടനയുടെ 280 അനുച്ഛേദം അനുസരിച്ച് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഫിനാൻസ് കമ്മീഷൻ. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഓട്ടോണമസ് ആണ്, അവരാണ് തീരുമാനിക്കുന്നത്, കേന്ദ്രമല്ല. അവരാണ് കേരളത്തിന്റെ റവന്യൂ ഷെയർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതാണ് കുറഞ്ഞതായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. പിന്നെ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ 4-5 വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കായിരുന്നു പ്രഖ്യാപിച്ചത്. ആ 5 വർഷ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് കിട്ടാതിരുന്നത്. ഇതിനപ്പുറത്ത് കേന്ദ്രം മനഃപൂർവ്വം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പിണറായി വിജയനും CPM ഭരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇവിടെ ഏറ്റവും ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ മുതൽ ഡൽഹിയിൽ ആരംഭിക്കുന്ന സമരവും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി 13-ാം തീയതി പരിഗണിക്കാൻ പോകുന്ന കേസുമാണ്. ഇത് രണ്ടും ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന നിരവധി ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നടപടികൾ അടുത്ത കാലത്താണ് ഉണ്ടായത്. അത് 2017 മുതലാണ് ആരംഭിച്ചത്. അപ്പൊ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരവും നടക്കുന്നു, നിയമ പോരാട്ടവും നടക്കുന്നു. അപ്പൊ അതിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്നതാണ് ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ ഉള്ളടക്കം തന്നെ. ഇപ്പൊ നമുക്കറിയാം, ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കാൻ, അതുപോലെ ബഡ്ജറ്റ് നടപ്പാക്കാൻ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമെടുക്കാനുള്ള തോത്, അതുപോലെ കടമെടുക്കുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം, അതുപോലെ പൊതുകടം സംബന്ധിച്ച് നിയമപരവും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ, അതുപോലെ സംസ്ഥാനത്തിന്റെ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾക്ക് ആവശ്യാനുസരണം സാമ്പത്തിക സഹായം നൽകുക, ഇവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങളുടെ അധികാരമാണ്. ആർട്ടിക്കിൾ 162, 199, 202, 204, 266, 298. അതോടൊപ്പം തന്നെ 7th ഷെഡ്യൂളിലെ എൻട്രി 43, സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 43, അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 293 കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് കൃത്യമായി സംസ്ഥാനങ്ങളുടെ അധികാരം കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അധികാരത്തിൽ കൈകടത്തുന്ന കേന്ദ്ര നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്ന കേസ്. കേരളത്തിന് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ സ്ഥാപിക്കാൻ കഴിയട്ടെ. നമ്മളിപ്പോ ഫാക്ട് മാത്രം വെച്ച് ചർച്ച ചെയ്താൽ എന്താണ് കിട്ടാനുള്ളത് എന്ന മൗലികമായ പ്രശ്നം അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷന്റെ കാലയളവിൽ തന്നെ കേരളത്തിന് വിവിധ സാമ്പത്തിക വർഷത്തിൽ കിട്ടിയിട്ടുള്ള
നികുതി വിഹിതം നോക്കൂ. 2020-21 11,560 കോടിയായിരുന്നു. 21-22 അത് 17,820 കോടിയാണ്. 22-23 അത് 18,260 കോടിയാണ്. 23-24 അതായത് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക വർഷം ജനുവരി വരെയുള്ള കണക്കെടുത്താൽ അത് 15,789 കോടിയാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ അതേ പാറ്റേണിൽ തന്നെ ഈ വർഷവും ഈ നികുതി വിഹിതം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ നികുതി ഈ പറഞ്ഞ പെർസെന്റിലേക്ക് 1.9 എന്തുകൊണ്ട് പരിമിതപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അതിന് ഫിനാൻസ് കമ്മീഷന് മാനദണ്ഡങ്ങളുണ്ട്. അത് കേരളത്തിന് മാത്രം ബാധകമാകുന്ന മാനദണ്ഡമല്ല, ഇന്ത്യ ആകെ ബാധകമാകുന്ന മാനദണ്ഡമാണ്. ആ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് നികുതി വിഹിതം നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു ഗ്രാന്റാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് മുൻ വർഷങ്ങളിൽ ഉയർന്ന ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്. 2021 15,322 കോടി കിട്ടിയിട്ടുണ്ട്. 21-22 19,891 കോടി കിട്ടിയിട്ടുണ്ട്. 22-23 13,174 കിട്ടിയിട്ടുണ്ട്. ഈ കൊല്ലം അത് 3,597 കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിൽ കുറവ് വന്നു എന്നുള്ളതാണോ ഈ കിട്ടാനുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? ഇല്ല, ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലുള്ള ധനവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കാം. ഇപ്പോൾ 14ാം ധനകാര്യ കമ്മീഷൻ 2.5 ആയിരുന്നു കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴേക്കും 1.92 കുറഞ്ഞു. അതായത് ഒരു 6% ഉണ്ടായിട്ടുള്ള കുറവ്. ആ കുറവിന് കാരണം ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ പറയുന്നു ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. പക്ഷെ കേരളത്തെ കൂട്ടുള്ള ഒരു സംസ്ഥാനത്തിന് ഈ 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനായി മാറിയപ്പോഴേക്കും ഉള്ള വിഹിതത്തിന്റെ 1/5 ഉണ്ടായിട്ടുള്ള കുറവ്, 1/1 കുറവ്. ആ കുറവ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കുറവാണ്. അത് ഇപ്പൊ ധനകാര്യ കമ്മീഷന്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ വിവിധ കാലങ്ങളിൽ നടത്തിയ ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും മറ്റും പല മേഖലകളിലും ഒന്നാമതെത്തി എന്നുള്ളത് ഏറ്റവും വലിയ കുറച്ചിലായി കാണുകയാണ്. ഇപ്പൊ നമ്മൾ പലതവണ ചർച്ച ചെയ്താണല്ലോ, 1 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ 25 പൈസ പോലും കേരളത്തിന് കിട്ടുന്നില്ല. 1 രൂപ 67 പൈസ ഉത്തർപ്രദേശിന് കിട്ടുന്നതടക്കം നമ്മൾ ചർച്ച ചെയ്താണ്. തൊട്ടടുത്തുള്ള കർണാടകത്തിന് വരെ 50 പൈസ കിട്ടുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം കടമെടുക്കുക രാഷ്ട്രീയമായ വിവേചനമാണോ? അതിന്റെ കാരണം രാഷ്ട്രീയമായ വിവേചനമാണോ? ഇപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയാണ്, കേരളത്തിന് 25 പൈസയെ കിട്ടുന്നുള്ളൂ, കർണാടകയ്ക്ക് 47 പൈസയും തമിഴ്നാടിന് 40 പൈസയെ കിട്ടുന്നുള്ളൂ, ബീഹാറിന് കിട്ടുന്നുണ്ട്, UPക്ക് കിട്ടുന്നുണ്ട്, മധ്യപ്രദേശിന് കിട്ടുന്നുണ്ട്. അവിടെ കേരളത്തിന്റെ അത്രയും വികസനമില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളത്തെക്കാൾ പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ളിടത്ത്, അതായത് അതിദാരിദ്ര്യവും മറ്റ് പ്രശ്നങ്ങളും ഉള്ളിടത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ? ഇത് ഞാൻ ആദ്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ഗ്രൗണ്ട് അതിനോട് കൂട്ടിയോജിപ്പിക്കേണ്ടതാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. അതായത് ധനകാര്യ കമ്മീഷൻ ഫണ്ട് അലോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കുറവുണ്ടാകുമ്പോൾ ആ കുറവ് നികത്താനും സംസ്ഥാനത്തിന്റെ തനത് പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണല്ലോ റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. ആ റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് ഈ കേരളത്തിന്റെ മുൻകാല ബഡ്ജറ്റ് വിഹിതത്തിൽ വരുന്ന വലിയ കുറവിനെ ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു തീരുമാനം വരണമായിരുന്നു. ആ തീരുമാനം വന്നില്ലെന്ന് മാത്രമല്ല, കടമെടുത്ത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും ഉള്ള അധികാരം, ആ അധികാരം ശരിക്കും 2003 കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് ആണ് 2003 ആക്ട് അനുസരിച്ചിട്ടാണ് കേരളം ഓരോ ബഡ്ജറ്റും പ്ലാൻ ചെയ്തു പോകുന്നത്. അതിൽ 2017 മുതൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത് ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് അല്ല, ഇനി വരുന്ന ഗവൺമെന്റോ അതിനുശേഷമുള്ള ഒരു 10-20 കൊല്ലത്തിന് ശേഷമുള്ള ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും കരകയറാൻ പറ്റാത്ത ഗൗരവമായിട്ടുള്ള വിഷയത്തിലേക്ക് പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതകളെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ 2017 തീരുമാനവും 2022 കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും KSSPL ബന്ധപ്പെട്ടുകൊണ്ടും എടുത്ത തീരുമാനം, ഈ 2 തീരുമാനത്തിന്റെ ഭാഗമായി വളരെ ഗൗരവമായിട്ടുള്ള പ്രതിസന്ധി ഈ സംസ്ഥാനം നേരിടുകയാണ്. ഇത് പലതവണ കേന്ദ്രത്തെ അഡ്രസ് ചെയ്തു, കത്ത് മുഖേനയും മറ്റു തരത്തിൽ കേന്ദ്രത്തെ അറിയിച്ചു, പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് അവതരിപ്പിച്ചു. ഒറ്റ കാര്യത്തോടെ ഞാൻ സൂചിപ്പിക്കട്ടെ, എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അധികാരം, സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട സംസ്ഥാനത്തിന് അധികാരമുള്ള ഒരു നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണത്തിൽ 3.5% കടമെടുക്കാൻ അധികാരമുള്ളപ്പോൾ അത് 2.5 വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രത്തിന് ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ അധികാരം കൊടുക്കുന്ന സാഹചര്യം കേന്ദ്രം കടമെടുക്കൽ തോത് കൃത്യമായി പാലിക്കുന്നില്ല,
മറ്റ് സംസ്ഥാനങ്ങൾ പാലിക്കുന്നില്ല. അവർക്കെല്ലാം റിലാക്സേഷൻ കൊടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് എന്താണ് അധികാരം? അതാണ് സുപ്രീം കോടതി 13-ാം തീയതി ഏറ്റവും ഗൗരവത്തോടെ പരിശോധിക്കാൻ പോകുന്ന സാഹചര്യം. അത് മാത്രമല്ല, ഇപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചും ഇതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ടിലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഓരോ ദിവസവും തള്ളി മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 51 ലക്ഷം കോടി ആയിരുന്നല്ലോ കടം, അത് 156 ലക്ഷം കോടിയായി മാറിയതും എല്ലാം നമ്മുടെ മുന്നിൽ ഗൗരവമായിട്ടുള്ള വിഷയമുണ്ട്. അപ്പൊ കേരളത്തോട് മാത്രമല്ല മറ്റു പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്ന നടപടി. അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളും സമരരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച നാം കാണുന്നത്. അതാണ് CPM-ന്റെ പോയിന്റ്. ഇവിടെ ശ്രീ രാജു പി നായർ സംസ്ഥാനത്തിന്റെ വേർഷൻ വിട്ടിട്ട് ഇനി കേന്ദ്രത്തിന്റെ വേർഷൻ തന്നെ എടുക്കൂ. കേന്ദ്ര സർക്കാർ ഇന്നലെ കേന്ദ്ര ധനമന്ത്രാലയം കേരളത്തിൽ നിന്നുള്ള UDF MPക്ക് കൊടുത്ത ഉത്തരത്തിൽ തന്നെ കിട്ടുന്ന പണം കുറഞ്ഞതിന്റെ കൃത്യമായ വിവരമുണ്ട്. ഈ ധനകാര്യ കമ്മീഷൻ അവാർഡ് ചെയ്യുന്ന നികുതി വിഹിതം അത് എല്ലാ വർഷവും ഏതാണ്ട് എല്ലാ സാമ്പത്തിക വർഷവും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ തുടർന്നു എങ്കിലും ഇപ്പൊ നോക്കൂ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം എടുക്കൂ. അത് 2021-22 സാമ്പത്തിക വർഷം 19,000 ചില്ലറ കോടി, 19,891 കോടി കിട്ടിയത്. ഈ സാമ്പത്തിക വർഷത്തിൽ അത് 3,597 കോടിയായി കുറഞ്ഞു. എത്ര വലിയ വ്യത്യാസം, എത്ര അന്തരം! ആ 2021-22 GST കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു. GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള ഈ പണനഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വർഷം 8,739 കോടി തന്നതാണ്. ഇത്തവണ അത് 0 ആണ്. ഇനി നോക്കുമ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് അത് കഴിഞ്ഞ വർഷം 1,902 കോടി, 2,000 കോടിക്ക് അടുത്ത് കിട്ടിയതാണ്. ഇത്തവണ നില്ലാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് താരതമ്യം ചെയ്താൽ 2021-22 ഒന്ന് താരതമ്യം ചെയ്താൽ കിട്ടിക്കൊണ്ടിരുന്ന വലിയൊരു ഭാഗം ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും വലിയ സാമ്പത്തിക ഞെരുക്കം സർക്കാർ നേരിടും. അതുകൊണ്ടാണല്ലോ പെൻഷൻ അടക്കം മുടങ്ങി ആകപ്പാടെ വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് കുറഞ്ഞു, സർക്കാർ ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ വസ്തുതാപരമായി നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? അതിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിലും ഡെവല്യൂഷൻ ഓഫ് ടാക്സിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. കോൺഗ്രസിന് അതിന് വ്യക്തമായ നിലപാടുണ്ട്. അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സംസ്ഥാനം നമ്മുടെ ബർത്ത് കൺട്രോൾ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും ചിട്ടയായിട്ട് നടത്തിയതിൻ്റെ അതിന് ഒരു സംസ്ഥാനം ആദരിക്കപ്പെടേണ്ടതിന് പകരം അതിനെ ടാക്സ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പോലും അതിന് ഒരു പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ചല്ലോ. ഈ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതെല്ലാം കാലാകാലങ്ങളിൽ ഇന്ന് ഏറ്റെടുക്കുന്ന നയങ്ങളാണ്. അതിന് കോൺഗ്രസിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, 57,400 അഭിലാഷ് പോലും പറയുന്ന ഒരു ഇമാജിനറി ഫിഗറിലേക്ക് നമ്മളുടെ ചർച്ച മുഴുവൻ എത്തിക്കുകയാണ്. എവിടെയാണ് ഈ 57,400 കോടി രൂപ? അതാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഫിസ്ക്കൽ പ്ലാനിങ് നടക്കേണ്ടത് അതൊരിക്കലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫിഗർ വെച്ചല്ല, മറിച്ച് നമ്മളുടേതായ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നമ്മുടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക. സംസ്ഥാന സർക്കാർ എന്താ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. കടമെടുപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കിഫ്ബിയെ സംബന്ധിച്ച് കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കയല്ലേ? അന്ന് എന്തായിരുന്നു? ഈ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ പെടാതെ കൊണ്ട് ബഡ്ജറ്ററി പ്രൊവിഷൻസിന് പുറത്ത് ഒരു പുതിയൊരു ആശയം ഇടതു ബദൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ തോമസ് ഐസക് പറഞ്ഞ എന്താ? എങ്ങനെ വിഭവസമാഹരണം നടത്തും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചിട്ടി പിരിച്ച് കാശുണ്ടാക്കും എന്നാണ് പറഞ്ഞത്, അല്ലേ? ആ ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ ഈ തോമസ് ഐസക്കിന് കഴിഞ്ഞോ? 1 രൂപയെങ്കിലും ലോകം മുഴുവൻ ചുറ്റിയല്ലോ, ചിട്ടി പിരിച്ച് കാശുണ്ടാക്കാൻ കൊണ്ടുവന്നോ? പറ്റിയില്ല. എന്നിട്ട് 1.75% കേരളത്തിന് കടമെടുക്കാൻ അല്ലെങ്കിൽ കടം തരാൻ ഏജൻസികൾ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ മസാല ബോണ്ട് കൊടുത്തു 9.7% കടമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ മുഴുവൻ ബാധ്യത, തിരിച്ചടവിന്റെ മുഴുവൻ ബാധ്യത അത് ഖജനാവിലേക്ക് കൊണ്ടുവന്നു. ഖജനാവിലേക്ക് കൊണ്ടുവരേണ്ട മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെയും അതുപോലെ തന്നെ സെസ്സിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാം തിരിച്ചടവ് അതിൽ നിന്ന് പോയപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് ബാധ്യതയിൽ വരുമെന്ന് കോൺഗ്രസ് അന്ന് പറഞ്ഞല്ലേ? അന്ന് കോൺഗ്രസിനെ അപഹസിച്ചവർ ഇന്ന് കിടന്ന് കരഞ്ഞാൽ എന്തു ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ എന്നിട്ട് അതിനെ പിന്തുണയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്ര അനുകൂല മനോഭാവമാണ് എന്ന് വരുത്തി തീർക്കാൻ ശരിയാവുമോ? അപ്പൊ കേരളത്തിലെ ധനകാര്യ, ഞാൻ ഒരു മിനിറ്റ് കൂടി പറഞ്ഞു ഞാൻ നിർത്താം. പിന്നെ മറ്റൊന്ന്, 25,000 കോടി IGSTയുടെ വിഹിതം ലഭിക്കേണ്ടത് ഈ സർക്കാർ നഷ്ടപ്പെടുത്തി.
ഒരു ചർച്ചയിലും ഇവരിതിനെ സംബന്ധിച്ച് പറയുന്നില്ല. നമ്മൾ പറയുന്ന ഇവർ ഇമാജിനറി ഫിഗറായിട്ട് 57,400 എന്ന് പറയുന്ന കടമെടുപ്പ് എടുത്തിരുന്നെങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര കിട്ടുമായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഇവർ നഷ്ടപ്പെടുത്തിയ തുക നോക്കൂ. 13,000 കോടി കഴിഞ്ഞതിന് മുൻപത്തെ സാമ്പത്തിക വർഷം നികുതി പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തി. 25,000 കോടി IGST വിഹിതം ഇവിടെ റിട്ടേൺ ഫോമുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ അതിൻ്റെ അസസ്സുകളെ ബോധ്യപ്പെടുത്താത്തതിൻ്റെ പേരിൽ GST വകുപ്പ്, നികുതി പിരിവിൻ്റെ വകുപ്പ് കാണിച്ച അനാസ്ഥയുടെ പേരിൽ നഷ്ടപ്പെടുത്തി. 38,000 കോടി രൂപ അങ്ങനെ തന്നെ ലഭിക്കുമായിരുന്നല്ലോ. 38,000 കോടി അങ്ങനെ തന്നെ ലഭിക്കുമായിരുന്നില്ലേ? ഇനി പൊതുകടം നോക്കൂ, 3.9 ലക്ഷം കോടി രൂപയിൽ പൊതുകടമെത്തി നിൽക്കുകയാണ്. പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാർ വരുമ്പോൾ എത്രയായിരുന്നു? 1.5 ലക്ഷം കോടി രൂപ. അത് 2 ലക്ഷം കോടി രൂപയോളം കടമെടുത്തിട്ടും കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് പരിഹാരമാവുന്നില്ലെന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു ഈ പൈസ? എവിടെയാണ് ഈ പൈസ പോകുന്നത്? അവിടെയാണ് കുറിച്ച് പറയുന്നത്. 8 സംസ്ഥാനങ്ങൾ 9 സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ കഴിഞ്ഞിട്ടേ അഭിലാഷേ റവന്യൂ RBIയുടെ എന്താ GSDPയുടെ 29% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. അത് അപകടകരമായ രീതിയിൽ 39% മേൽ GSDPയുടെ കടം വന്ന് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന പ്രശ്നം, ഇത്ര ലക്ഷം കോടി രൂപ കടമെടുത്തിട്ട് കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടോ? സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ പണം എവിടെയാണ് പോകുന്നത്? ഇതാണ് ഏറ്റവും പ്രധാന. യാതൊരു പ്രശ്നമാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഡെപ്റ്റ് ടു GSDP റേഷ്യോ 2ാം സ്ഥാനത്താണ് കേരളം. പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും വഷളായി നിൽക്കുന്നത് 39% നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതൊരു പ്രശ്നമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പത്മനാഭൻ, ഇതിപ്പോ നമ്മളിപ്പോ കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ സാമ്പത്തിക വശം ചർച്ച ചെയ്യും, രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഇതേ ചർച്ച തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം. അതിലൊരു നേതാവ് പറഞ്ഞത്, DK സുരേഷ് എന്ന നേതാവ് പറഞ്ഞത് താങ്കൾ കോട്ട് ചെയ്തു. അതിനപ്പുറത്ത് വളരെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നുണ്ട്. അതിൽ അവിടുത്തെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്, ഞങ്ങളുടെ പണം, കന്നഡികന് കിട്ടേണ്ട പണം, തമിഴ്നാട്ടുകാരന് കിട്ടേണ്ട പണം എടുത്തിട്ട് ബീഹാറിൽ സ്പെൻഡ് ചെയ്യുന്നു, ഉത്തർപ്രദേശിൽ സ്പെൻഡ് ചെയ്യുന്നു. അതായത് ഞങ്ങളുടെ പണം ഞങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കുന്നു, എന്നിട്ട് തിരിച്ച് കൃത്യമായ ആനുകൂല്യം കിട്ടുന്നില്ല. അത് വെച്ച് നോർത്ത് ഇന്ത്യക്കാരെ വലിയ തോതിൽ സംരക്ഷിക്കുകയാണ്. ഈ മറ്റുള്ളൊരു പ്രചരണം അത് രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിക്ക് തന്നെ ഗുണകരമായിട്ടുള്ള കാര്യമല്ല. വിവേചനമുണ്ട് എന്ന നിലയിൽ വളരെ ശക്തമായി പ്രചരണം നടക്കുമ്പോഴാണ് മറ്റു തലങ്ങളിലുള്ള അഭിപ്രായങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് പോലും. അപ്പോൾ സ്വാഭാവികമായി അപ്പോൾ നിങ്ങളതിനെ ഒരു സുരേഷ് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് ആ തരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോൾ ഇങ്ങനെ നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാവുന്നത് നല്ലതല്ല, ഗുണകരമല്ല. നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഒട്ടും മികച്ച കാര്യമല്ല എന്നുള്ള നിലയിൽ ആ ഗൗരവത്തോടു കൂടി കാണണ്ടേ കേന്ദ്ര സർക്കാർ. എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായം പറയുന്നതിനെ പിടിച്ച് ജയിലിലിടണമെന്നല്ല. അങ്ങനെ വിവേചനമുണ്ടെന്ന് ഒരു തമിഴ്നാട്ടുകാരനോ കേരളീയനോ കന്നഡികനോ തോന്നാത്ത വിധത്തിൽ ഈ വിഷയം അഡ്രസ് ചെയ്യാനുള്ള ബാധ്യത കേന്ദ്രത്തിനില്ലേ? അഭിലാഷേ, ഇതിനൊന്നും ജനങ്ങളെ കിട്ടൂല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 1960കളിൽ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഹിന്ദിയിൽ എഴുതിയ ബോർഡ് കരിയോലടിക്കലായിരുന്നു DMKൻ്റെ പ്രധാന പണി. പക്ഷേ 1985 ഞാൻ SSLC CBSE പരീക്ഷ എഴുതിയ ആളാണ്. ആ വർഷം ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ഒരു തമിഴ് കുട്ടിക്കാണ്, പെൺകുട്ടിക്കാണ്. അതൊന്നും അവിടെ ഇനി ചിലവാവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ കുഴപ്പം എന്താ അറിയോ? ഓവർ പോപ്പുലിസ്റ്റ് നടപടികൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കർണാടകയിൽ 20 കിലോമീറ്റർ സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആണ് യാത്ര. ഇത് സംസ്ഥാന സർക്കാരിന് ഗുണമാണോ ദോഷമാണോ? കാരണം മാസം 40,000 രൂപ 50,000 രൂപ ശമ്പളമുള്ള സ്ത്രീകളാണ് ബാംഗ്ലൂർ നഗരത്തിൽ KSRTC, അതായത് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇടിച്ചു കയറി പോകുന്നത്. ഇതിനു മൂലം ഉണ്ടാവുന്ന ഒന്ന് എന്താ അറിയോ? KSRTCയുടെ വരുമാനം കുറയുകയാണ്. 2, ഇവരൊക്കെ കയറാവുന്ന ഓട്ടോറിക്ഷക്കാരൻ ഇന്ന് പട്ടിണിയിലാണ്. എന്താവശ്യം? BPL കാർഡുകാർക്ക് അനുവദിക്കാം, ഒരു പ്രത്യേക കാർഡ് കൊടുത്തോട്ടെ. 40,000 രൂപ 50,000 രൂപ 60,000 രൂപ അതിനു മേലെ ശമ്പളമുള്ള ആളുകൾ കാർ എടുക്കാതെ 5 പൈസ കൊടുക്കാണ്ട് ഇതിൽ പോകാലോ എന്ന് പറഞ്ഞു പോകുന്നു. ഇത്തരത്തിലുള്ള നടപടികളാണ് കർണാടകത്തിൽ കുഴപ്പത്തിലുണ്ടാക്കി. കർണാടക ഗവൺമെന്റ് ഒട്ടനവധി വാഗ്ദാനങ്ങൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു. പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ഇത് നടപ്പിലാക്കാൻ പറ്റാണ്ടായി, പ്രത്യേകിച്ച് അരി സൗജന്യമായി കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു കേന്ദ്രം അതിന് ഫണ്ട് അനുവദിക്കണമെന്ന്. ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേന്ദ്രത്തിന് ഫണ്ട് അനുവദിക്കാൻ പറ്റൂലല്ലോ.
അപ്പോൾ ഇത്തരത്തിൽ ഈ പോപ്പുലിസം ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കുഴപ്പത്തിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അരി സൗജന്യമായി കൊടുക്കാം, പക്ഷെ ബസ് യാത്ര സൗജന്യമായി കൊടുക്കണം, ട്രെയിൻ യാത്ര സൗജന്യമായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെ വൈദ്യുതി സൗജന്യമായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ്. പട്ടിണി മാറ്റാൻ ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ ആധുനിക സൗകര്യങ്ങളൊക്കെ സൗജന്യമായി കൊടുക്കാൻ പോകുമ്പോൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില പരുങ്ങല്ലാവും. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പോപ്പുലിസത്തിന് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഇടണമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷേ പൊതുവെ 4-5 സംസ്ഥാനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. പഞ്ചാബ്, കേരളം, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ. ഈ 5 സംസ്ഥാനങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. അപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം പറയാം, 2,95,000 കോടി രൂപയാണ് 2022 മുതൽ 26 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ഈ സംസ്ഥാനങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി കൊടുക്കാൻ പറഞ്ഞത്. അതിൽ 87% ആദ്യത്തെ 3 കൊല്ലം, അതായത് 22, 23, 24 കൊടുത്തു കഴിഞ്ഞു. 87%, അതായത് 2,95,000 കോടി രൂപയുടെ 87% കൊടുത്തു കഴിഞ്ഞു. ഇനി 13% വരുന്ന 2 വർഷം, അതായത് 25-ലും 26-ലും കൊടുക്കാനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറവ് വരും. നിങ്ങൾക്ക് കിട്ടേണ്ടതിൻ്റെ സിംഹഭാഗവും കിട്ടിക്കഴിഞ്ഞു. അത് 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയാണ്. അപ്പോൾ ഇതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, നിയമമുണ്ട്. ഞാൻ എന്താ പറയുന്നത്, കേരളത്തിനോ കർണാടകത്തിനോ ഇന്ന ഇനത്തിൽ ഇത്ര രൂപ കിട്ടാനുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞത്, നീതി ആയോഗ് പറഞ്ഞത്, GST കൗൺസിൽ പറഞ്ഞത് കിട്ടാനുണ്ടെന്ന് നാളെ പാർലമെന്റിൽ ആരെങ്കിലും ഉന്നയിക്കട്ടെ, കൃത്യമായ കണക്കോടുകൂടി ഉന്നയിക്കട്ടെ. നിർമ്മല സീതാരാമൻ ബുദ്ധിമുട്ടിലാവട്ടെ എന്ന്, ബുദ്ധിമുട്ടിലാക്കൂ നിർമ്മല സീതാരാമനെ സാധിക്കുമെങ്കിൽ. അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ അരുൺകുമാർ നോക്കൂ, ഇപ്പോൾ ഈ 57,400 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്ന് പറയുന്നു. ഞാൻ ബജറ്റ് വായിക്കാം, ഇന്നലത്തെ ബജറ്റാണ്. ബജറ്റിൽ പറയുന്നു 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ വെട്ടിക്കുറവ് GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടി, അതായത് 57,400-ലെ 12,000 കോടി GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്നുള്ള പൈസയാണ്. നോക്കൂ, GST നടപ്പാക്കിയതിനെ തുടർന്ന് 5 വർഷമാണ് GST കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ 5 വർഷം കഴിഞ്ഞു പോയി. ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ മാസം എനിക്കൊരു 100 രൂപ തരാനുണ്ടായിരുന്നു, അത് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ മാസം എനിക്ക് പറയാൻ പറ്റുമോ ഈ മാസവും എനിക്ക് 100 രൂപ തരാനുണ്ടെന്ന്? തരാനുള്ളത് കഴിഞ്ഞ മാസം തന്നല്ലോ, ഈ മാസം അപ്പം ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ 12,000 കോടി രൂപ എന്ന് പറയുന്നത് മുമ്പ് അവസാനിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തിൽ 8,400 കോടി കുറയും. നോക്കൂ, 5 വർഷമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാലാവധി നിശ്ചയിച്ചിരുന്നത്. അതിൽ ഞാൻ നേരത്തെ ഇവിടെ കണക്ക് രാജു പി നായർക്ക് വായിച്ചു കൊടുത്തു. 19,800 കോടിയും 13,500 കോടിയൊക്കെ മുൻ വർഷങ്ങളിൽ കിട്ടി. ഈ വർഷം സ്വാഭാവികമായും ആ കിട്ടുന്ന അനുപാതം കുറയും, അടുത്ത വർഷം ഇനിയും കുറയും. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെയുള്ളത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി കണക്കാക്കിയതിലൂടെ നമുക്ക് കടമെടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള 7,000 കോടി രൂപയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഒരാളോട് കടം വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ എനിക്കുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കടം വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇത്രയും പൈസ നിങ്ങൾ തരണം എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ഇങ്ങനെ ബാക്കി പിന്നെ പറഞ്ഞത് ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ വന്നിട്ടുള്ള വെട്ടിക്കുറവ്. അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും മാനദണ്ഡം അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പൈസയാണ്. അതും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ എടുത്ത് കൊടുക്കാനിരിക്കുന്ന പൈസയല്ല. അപ്പോൾ ഈ 57,400 കോടി എന്ന് പറയുന്നത് പറയുന്ന ഘട്ടമൊന്നും ഇപ്പോൾ അതിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, പോയി ചോദിച്ചാൽ തരുമെന്ന്. ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. കഴിഞ്ഞ തവണ കേരളത്തിന്റെ ബഡ്ജറ്റ് 1.42 ലക്ഷം കോടിയായിരുന്നു. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റ് നടപ്പാക്കുന്ന ഘട്ടത്തിൽ കിട്ടിയ തുക, അതായത് വരവും ചെലവും കുറച്ച് കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയ തുകയിൽ നിന്നും ഈ തവണ ഉണ്ടായിട്ടുള്ള കുറവാണ് സൂചിപ്പിച്ചത്. അതായത് ആദ്യം പറഞ്ഞ GST നഷ്ടപരിഹാരം 5 വർഷമായിരുന്നു. കോവിഡിന്റെ പ്രതിസന്ധി ഉണ്ട്. GST ഏറ്റവും നന്നായി പുനഃസംഘടിപ്പിച്ച് ഏറ്റവും നന്നായി കളക്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം GST നഷ്ടപരിഹാരം എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചില്ല. അപ്പൊ GST നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി കിട്ടിക്കൊണ്ടിരുന്ന 12,000 കോടി രൂപ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഈ തവണത്തേക്ക് വന്നപ്പോൾ കുറവുണ്ടായി. രണ്ടാമത്തെ കാര്യം, നഷ്ടപരിഹാരത്തിന്റെ കാലാവധി കഴിയുകയും GST നഷ്ടപരിഹാരം കൊടുക്കുന്ന ഏർപ്പാട് അവസാനിക്കുകയും ചെയ്തല്ലോ. അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ കഴിഞ്ഞ കൊല്ലം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം കിട്ടിക്കൊള്ളണമെന്ന് എങ്ങനെയാണ് വാശി പിടിക്കാൻ പറ്റുക? GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചല്ലോ. അല്ല അത് ഞാൻ സൂചിപ്പിച്ചത്
കഴിഞ്ഞ തവണ നമ്മുടെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം 1.42 ലക്ഷം കോടി കണക്ക് കൂട്ടി അതിന്റെ ചെലവടക്കം കണക്ക് കൂട്ടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ നിന്നും ഈ തവണ ഉണ്ടായിട്ടുള്ള കുറവ്, ആ കുറവാണ് 57,400 കോടി രൂപയായി സൂചിപ്പിച്ചത്. അതിൽ ആദ്യ 2 ഹെഡും നിങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ മൂന്നാമത്തെ ഹെഡിലേക്ക് വരുമ്പോൾ 2003 കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമത്തിൽ 3.5% കടമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ എങ്ങനെയാണ് അത് വെട്ടിക്കുറയ്ക്കാൻ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുക എന്ന ഗൗരവമായിട്ടുള്ള വിഷയം. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, UDF ഇവിടുന്ന് പോകുമ്പോൾ ഇത്രയായിരുന്നു കടം, ഒന്നാം പിണറായി സർക്കാർ ഇത്ര കടമെടുത്തു കൂട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കേരളത്തിൽ 18ഓളം ഗവൺമെന്റ് 1957 ശേഷം വന്നിട്ടുണ്ട്. ഓരോ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോഴും മുൻ ഗവൺമെന്റ് എടുത്ത കടത്തിന്റെ ഇരട്ടിയായിരുന്നു ആ കടം. ആ ശതമാനം എടുത്തു നോക്കിയാൽ അത്തരത്തിൽ കൂടിക്കൂടി വന്ന കടം എത്രയാണോ നിന്നത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള വർധനവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ ഉള്ളിലെ തന്നെ ചെലവ് 2017 വന്ന ഉത്തരവും 2022 കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്ന കടമെടുക്കൽ തോതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ ഈ കേരളത്തിന് സ്വാഭാവികമായിട്ടും എടുക്കാവുന്ന 2003 സംസ്ഥാനത്തിന് അധികാരമുള്ള നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ഉള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. അതാണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ കടവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തതുപോലെ അതൊരു ജുഡീഷ്യൽ റിവ്യൂ കഴിയട്ടെ. നമ്മുടെ ഈ കാതലായ പ്രശ്നം ശ്രീ അരുൺകുമാർ, ഇപ്പൊ 57,400 എന്നുള്ളത് കിട്ടാനുള്ള പൈസയല്ല, മറിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ എന്ന് വേണമെങ്കിൽ പറയാം. GST നഷ്ടപരിഹാരം ഒരു 2 വർഷം കൂടി നീട്ടിയിരുന്നെങ്കിൽ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് കുറെ കൂടി ഉദാരമായ വിധത്തിൽ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, ഇതൊക്കെ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ എന്നുള്ളതിനപ്പുറത്ത് 57,400 ഈസ് ഈക്വൽ ടു 0. അതല്ലേ സത്യം? അല്ലല്ല, 57,400 ആദ്യത്തെ 2 ഹെഡും ഒരു വാദത്തിന് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് താങ്കൾ പറയുന്നത് കിട്ടിയിരുന്നതെങ്കിൽ എന്നായിരുന്നെങ്കിൽ, മൂന്നാമത്തെ ഹെഡ് വായ്പാ നിഷേധം മൂലമുണ്ടായ 19,600 കോടി രൂപ ഒരു കാരണവശാലും ഈ കേരളത്തിന്റെ വായ്പ എടുക്കാനുള്ള അധികാരത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഇവിടെ കടമെടുത്ത് കേരളം അങ്ങ് മുടിഞ്ഞിരിക്കുകയാണെന്ന്. എന്താണ് കേരളത്തിന്റെ സാഹചര്യം? ഇപ്പൊ 2023 ആദ്യ പാദ കണക്ക് പരിശോധിച്ച കേന്ദ്രത്തിന്റെ പൊതുകടം GDP-യുടെ 66.7%. എന്നാൽ കേരളത്തിന്റെ GDP-യുടെ 37% മാത്രമാണ് കടം. അതായത് കേന്ദ്രത്തിന്റെ പകുതിയാണ്. സംസ്ഥാനങ്ങളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ GDP-യുടെ 55.8 സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം. സംസ്ഥാനങ്ങളുടെ ആവറേജ് കേന്ദ്രത്തിൽ മൊത്തം എടുത്താൽ ആവറേജിൽ നിന്ന് 21.8% കുറവാണ് കേരളത്തിന്റെ GDP-യുടെ കടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ പൊതുകടം ഇപ്പോൾ 3 ലക്ഷം കോടിയാണ്. അപ്പൊ ഗുജറാത്തിലോ ഞാൻ പറയട്ടെ അല്ലല്ല, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ 10 ലക്ഷം കോടിയാണ് കടം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ 9 ലക്ഷം. അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്റെ കടം എത്രയാ? 9 ലക്ഷം കോടിയാ. നിക്ക്, അല്ല ഇത് കഴിയട്ടെ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്റെ കടം എത്രയാ? 9 ലക്ഷം കോടിയാ. അത് കേരളത്തിന്റെ കടത്തിന്റെ 3 ഇരട്ടിയാണ്. അതുപോലെ രാജസ്ഥാനിലെ കടം 6 ലക്ഷം കോടിയാണ്. അത് കേരളത്തിന്റെ കടത്തിന്റെ ഇരട്ടിയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. കടത്തിന്റെ തോതിൽ കേരളം 9ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. 8 സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സമരത്തിനും, ഈ കേരളത്തെ എത്ര ഗുരുതരമായിട്ടുള്ള ബാധിക്കുന്ന സമരത്തിനും ഞങ്ങൾ സമരരംഗത്തേക്കില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. കർണാടകം സമരത്തിലേക്ക് ഇറങ്ങി, തമിഴ്നാട് സമരത്തിലേക്ക് ഇറങ്ങി. അവിടെ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ CPM ആയാലും DMK ആയാലും ഒറ്റ മുന്നണിയുടെ ഭാഗമാണ്. കറുത്ത ഡ്രസ് ഇട്ടിട്ടാണ് ഈ MP-മാരെല്ലാം ഇന്ത്യയുടെ പാർലമെന്റിൽ. അവിടെ കോൺഗ്രസിന് സമരത്തിൽ കർണാടകത്തിൽ ഇറങ്ങാം, ചോദിക്കാം. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം സമരത്തിൽ ഒന്നായി ചോദിക്കുന്ന ചോദ്യമാണ്. ശരി, അല്ല അത് രാഷ്ട്രീയം, ഞാൻ അത് ചോദിക്കാം. അതിനപ്പുറത്ത് അരുൺ നോക്കൂ, ഇപ്പോ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കേരളത്തിനല്ല ഏറ്റവും കൂടുതൽ കട, കേരളത്തെക്കാൾ കൂടുതൽ കടമുണ്ട് ഗുജറാത്തിൽ, കേരളത്തെക്കാൾ കൂടുതൽ കടമുണ്ട് കർണാടകയ്ക്ക്, ശരിയാണ്. പക്ഷെ നോക്കൂ, ഗുജറാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തെക്കാൾ വലിയ GSDP ആണ് കർണാടകയ്ക്കും അതുപോലെ തന്നെ ഗുജറാത്തിനും ഒക്കെ ഉള്ളത്. ഡെറ്റ് ടു GSDP റേഷ്യോ നോക്കൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളം അപായകരമായ അവസ്ഥയിലാണ്. കടവും അതുപോലെ തന്നെ നമ്മുടെ മൊത്തം ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള താരതമ്യം എടുത്താൽ കേരളം 2ാം സ്ഥാനത്താണത്, 39%. അത് അപകടകരമാണ് എന്നുള്ള നിലയിലാണ് ചൂണ്ടിക്കാണിച്ചത്. ഗുജറാത്തിന്റെ GSDP-യുടെ സൈസ് കേരളത്തിന്റെ GSDP-യുടെ സൈസിനേക്കാൾ വലുതാണ്. അവർക്ക് കേരളത്തെക്കാൾ കൂടുതൽ കടമുണ്ടെങ്കിലും റേഷ്യോയിൽ അവർ പിറകിലാണ്. ഒറ്റ കാര്യം, എന്താണ് ഈ അവസാനത്തെ 6-7 വർഷമായി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാൻ കാരണം? ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമായിരുന്നുവെന്നും
LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ തോമസ് ഐസക്കിന് ആദ്യം തന്നെ ധവളപത്രം ഇറക്കേണ്ടി വന്നു എന്നും ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കേണ്ടി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ പെൻഷൻ കുടിശ്ശികയും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് പലതവണ ചർച്ച ചെയ്തു പോയതാ. 2017 മുതൽ പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതയെക്കുറിച്ച് ആദ്യത്തെ സർക്കുലർ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചതിന് ശേഷം ഉണ്ടായ കുറവ്, നമ്മൾ കടമെടുത്തിട്ടായാലും മറ്റു തരത്തിലും ധനകാര്യ മാനേജ്മെന്റ് വരുത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന, നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്ന 1.7 ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത്. ആ 1.7 ലക്ഷം കോടി രൂപയുടെ കുറവ് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഒരു പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ഓരോ വർഷവും ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്. ഒറ്റ മിനിറ്റ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിബന്ധന വച്ചതിന്റെ ഭാഗമായി 9614 കോടി രൂപയുടെ കുറവ് വന്നു. KSSPL-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിബന്ധന 2022 വച്ചതിന് ശേഷം 6281 കോടി രൂപയുടെ കുറവ് വന്നു. ഇത് കണക്ക് കൂട്ടിയെടുത്താൽ 1,25,000 കോടി രൂപയുടെ കുറവ് ഈ കേരളത്തിൽ വന്നിരിക്കുന്നു. അത് കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഈ പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ധനകാര്യ പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് നമുക്ക് തരണം ചെയ്ത് പോകാൻ കഴിയുമായിരുന്നു. അതാണ് സുപ്രീം കോടതിയിൽ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് പറയാമോ? ഞാൻ വെല്ലുവിളിക്കുന്നു 25,000 കോടി രൂപ IGSTയുടെ വീതം നഷ്ടപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിൽ അല്ല. എന്ത് തെളിവാണ് താങ്കൾക്ക് ഹാജരാക്കാൻ കഴിയുക? 2020 കോവിഡിന് ശേഷം നികുതി പിരിവിൽ പിണറായി വിജയൻ സർക്കാർ നിയോഗിച്ച സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഡിസംബർ 2022 കൊടുത്ത റിപ്പോർട്ട് ഏറ്റവും നികുതി പിരിച്ചെടുക്കുന്ന, റവന്യൂ പിടിച്ചെടുക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ കേരളമാണ്. നികുതി പിരിവിൽ കേരളം മുന്നിലാണ്. കേന്ദ്രത്തിന്റെ ഈ പ്രതിസന്ധി കൂടി ഇല്ലെങ്കിൽ 25,000 കോടി IGSTയുടെ വിഹിതമായിട്ട് ലഭിക്കേണ്ടത് കഴിഞ്ഞ 5 വർഷം റിട്ടേൺ ഫോം പരിഷ്കരിക്കുന്നതിന് നഷ്ടപ്പെടുത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ കാണുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് വിമുഖത കാണിക്കുന്നത്? അതാണ് ചോദ്യം. അങ്ങ് പറയുമോ? കേരളത്തിന്റെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കേന്ദ്രം അടിച്ചേൽപ്പിക്കുമ്പോഴും ഒരക്ഷരം ഈ കേരളത്തിന് വേണ്ടി ഉരിയാടാത്ത കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. പാർലമെന്റിലേക്ക് വരൂ, ഡൽഹിയിലേക്ക് വരൂ, സുപ്രീം കോടതിയുടെ നിയമ പോരാട്ടത്തോടൊപ്പം നിങ്ങൾ കൈ ചേർക്കൂ. ഇതിനൊന്നും കേരളമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ. കർണാടകത്തിൽ സമരം ചെയ്യും, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സമരം ചെയ്യും, മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യും. കേരളത്തോട് മാത്രം നിങ്ങൾക്ക് ഇത്ര അലർജിയാണ്. ജനങ്ങൾ തിരിച്ചറിയും, സംശയമില്ല. ഇതിൽ ശ്രീ രാജു പി നായർ കൃത്യമായി ഒരു സമരം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്. ഭരണവും സമരവും എന്ന് പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭരണനായകൻ തന്നെ മറ്റന്നാൾ ഡൽഹിയിൽ സമരം ഇടിക്കുകയാണ്. നോക്കൂ, അവിടെ MK സ്റ്റാലിന്റെ പിന്തുണയുണ്ട്. സ്റ്റാലിന്റെ കത്ത് താങ്കൾ ഒരു പക്ഷേ കണ്ടു കാണും. വളരെ രൂക്ഷമായ നിലയിൽ ഇത് വിവേചനപരമാണ്, അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന് സ്റ്റാലിൻ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. UP-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്, തമിഴ്നാട്ടിലെ നിങ്ങളുടെ സഖ്യകക്ഷിയുടെ നേതാവാണ്. അതുപോലെ തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം സമരം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇതിനെ ആം ആദ്മി പാർട്ടി പിന്തുണക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ BJP വിരുദ്ധ മുന്നണികളുടെ അല്ലെങ്കിൽ BJP വിരുദ്ധ സർക്കാരുകളുടെ ഒരു തരത്തിലുള്ള ഐക്യം ഈ കാര്യത്തിൽ, ഫെഡറലിസം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ, സഹകരണ ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുക എന്ന കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം വെച്ചിട്ട് കോൺഗ്രസ് അതിനെ എതിർത്താൽ അതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക? അതിനുശേഷം ഞാൻ ആദ്യം ചോദിച്ച ഏറ്റവും പ്രസക്തമായ ചോദ്യം, കോൺഗ്രസ് എവിടെ എതിർത്തു? അല്ല, ഈ സമരത്തെ എപ്പോഴാണ് കോൺഗ്രസ് പിന്തുണക്കുന്നുണ്ടോ? പറയൂ. ഏറ്റവും ആദ്യം പ്രതിപക്ഷ നേതാവിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ അങ്ങ് എനിക്ക് വഴങ്ങിയില്ലല്ലോ. കേന്ദ്രത്തിനെതിരെ നടക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച സമരത്തോട് എതിർപ്പില്ല. പക്ഷേ ആ സമരത്തിന്റെ മറവിൽ കേരളത്തിൽ നടക്കുന്ന ധനകാര്യ മിസ്മാനേജ്മെന്റിനെ ഒളിപ്പിക്കുന്നതിനോടാണ് എതിർപ്പ്. ഈ ചർച്ചയിൽ നോക്കൂ, ഈ ചർച്ചയിൽ 57,400 കോടി എന്ന് പറയുന്ന ഇമാജിനറി ഫിഗറിനെ കുറിച്ച് പറയാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചകളിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം ചോദിച്ചു, 25,000 കോടി നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ കെട്ടുകാര്യസ്ഥതയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരക്ഷരം വേണ്ടിയോ? എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ് 25,000 കോടി നഷ്ടപ്പെട്ടു എന്നുള്ളത്. എന്തുകൊണ്ട്? IGST വകുപ്പ്. ഇവിടെ IGST വകുപ്പിനെ കുറിച്ച് അരുൺകുമാർ സ്തുതി പാടുകയാണ്. അവിടെ കൃത്യമായിട്ടുള്ള പുനർവിന്യാസം പോലും നടക്കാതെ GSTയുടെ മുഴുവൻ ഇന്റലിജൻസ് സംവിധാനത്തെ തളർത്തിയിട്ട് ഒരു നികുതി വെട്ടിപ്പും കണ്ടുപിടിക്കാൻ കഴിയാതെ ഇവിടുത്തെ ബാറുകളിലൂടെയും സ്വർണ്ണക്കടകളിലൂടെയും നടക്കുന്ന 10,000-കണക്കിന് കോടി രൂപ ആ വെട്ടിപ്പൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ കെട്ടുകാര്യസ്ഥയുടെ മുഖമുദ്രയായ ധനകാര്യമന്ത്രി ഇന്ന് ഈ പറയുന്ന 57,400 എന്ന് വെച്ചുകൊണ്ട് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ പറയുന്ന പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറച്ചത്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഡെവല്യൂഷൻ ഓഫ് ടാക്സസ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്.
ഇന്ത്യയുടെ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതും അതിന് മറുപടി സംബന്ധിച്ച് നിർമ്മലാ സീതാരാമനും ഉൾപ്പെടെ ഞാൻ പറയട്ടെ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഞങ്ങൾ നിവേദനം കൊടുത്തത് ഞങ്ങളുടെ എംപിമാരാ. എവിടെ പോയിരുന്നു ആരിഫ്? ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. നിങ്ങൾ പോലും പരിഗണിക്കുന്നില്ലല്ലോ ആരിഫിനെ. ഇവിടെ പോരാടിയത് മുഴുവൻ കോൺഗ്രസ്. പക്ഷെ നിങ്ങൾ അതിന്റെ പുറവിൽ നിങ്ങൾ കാണിക്കുന്ന മുഴുവൻ തെറ്റായ പ്രവണതയും നോക്കിയാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അരുണെ ഉത്തരം മുട്ടുമ്പോൾ ചർച്ച കലക്കല്ലേ? ഉത്തരം മുട്ടുമ്പോൾ ഞാൻ ഏറ്റവും പ്രസക്തമായ ചോദ്യം ചോദിച്ചപ്പോ മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ 25,000 കോടി നഷ്ടപ്പെടുത്തിയ ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്തെ ഈ നാടിന് മുൻപിൽ ഏറ്റുപറയും. ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു, പക്ഷെ നാട് പ്രതിസന്ധിയിലാണ്, ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോളൂ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനങ്ങളോട് ഏറ്റുപറ. ധൈര്യമുണ്ടോ? അല്ല, നിങ്ങൾ ഈ വർത്തമാനമെല്ലാം ചാനൽ ചർച്ചകളിലല്ലേ ഉള്ളൂ. സമരമുഖത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് എന്താണ് പേടി? ഇനിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ? ഡൽഹിക്ക് ഇനിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങൾ എടുത്തുതരാം ടിക്കറ്റ്. ഞങ്ങൾ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തുതരാം. വരാൻ ധൈര്യമുണ്ടോ? ഏതെങ്കിലും MLA-മാർക്ക് ധൈര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ? ചർച്ചയ്ക്ക് വസ്തുതാപരമായിട്ട് ഡൽഹിക്ക് വരാൻ ഒരാൾക്ക് സമരത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കാൻ പറ്റുമോ? 25,000 കോടിയുടെ കണക്ക് പറ. നിങ്ങളുടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പറയാം. ഒരു പണിയില്ല. നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിൽ പറയുന്ന ഞങ്ങൾ സമരത്തിന് പിന്തുണയാണ്, ഞങ്ങൾ കേന്ദ്രത്തിനെതിരാണ്. എന്നാൽ ഡൽഹിക്ക് വരൂ, ടിക്കറ്റ് ഞാൻ എടുത്തുതരാം. ഒരാൾക്ക് ഒരു MLA-ക്കെങ്കിലും പങ്കെടുക്കാൻ ധൈര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ? MP-മാർക്ക് ധൈര്യമുണ്ടോ? മുട്ടുവരയ്ക്കും ഡൽഹിക്ക് വരാൻ. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും പോരാടുക. സുപ്രീം കോടതിയിൽ പോരാടുന്നു, ഡൽഹിയിലും സമരം നടത്തുന്നു. എന്നിട്ട് അതിനെ ഞങ്ങളുടെ നിലപാടിൽ നിന്നും ചോദ്യം ചെയ്തുകൊണ്ട് വരാൻ CPM-നായിട്ടില്ല. കേന്ദ്രത്തോടുള്ള ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അല്ലല്ലോ അടിസ്ഥാനപരമായി. ശരി, ഓക്കെ, CPM-ഉം കോൺഗ്രസും ഇപ്പൊ ഒന്ന് സമാധാനപ്പെടും. എനിക്ക് BJP-യോടാണ് ഇനി ചോദ്യം ചോദിക്കാനുള്ളത്. ഇന്നലെ ശ്രീ VP ശ്രീ പത്മനാഭൻ ലോക്സഭയിൽ ധനസഹമന്ത്രി പങ്കജ് ചൗധരി കൊടുത്ത മറുപടിയുടെ അനക്ഷർ 1ഉം അനക്ഷർ 2ഉം ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഗ്രാന്റ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2021-21 വർഷം ഗ്രാന്റ് ഇനത്തിൽ 23,935 കോടി കിട്ടിയിരുന്നത് ഈ വർഷം, ഈ സാമ്പത്തിക വർഷം കേവലം 1,787 കിട്ടിയിട്ടുള്ളൂ. അതൊരു വളരെ സ്റ്റീപ്പായിട്ടുള്ള താഴ്ചയാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം പറഞ്ഞു. 18,408 കിട്ടിയിരുന്നത് 22,171 15,832 ഒക്കെ ആയി കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിരുന്നത്. ഈ സാമ്പത്തിക വർഷം എടുക്കുമ്പോൾ 5,599 ഉള്ളൂ. ഇതേ സാമ്പത്തിക വർഷമാണ് കത്രിക പൂട്ടിട്ട് വായ്പകളെ പൂട്ടിയത്. കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ പൊതുകടത്തിന്റെ പരിധിയിൽ വരുത്തുകയും അതുവഴി വായ്പ എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഗ്രാന്റ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, വായ്പ എടുക്കാനുള്ള അനുവാദം, ഇത് 3ഉം കർട്ടയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് പോയി കേന്ദ്രത്തിൽ സമരം ചെയ്യേണ്ടി വന്നത്. കഴിഞ്ഞ കൊല്ലം സമരം ചെയ്യേണ്ടി വന്നില്ല, അല്ലെങ്കിൽ അതിന് മുന്നത്തെ കൊല്ലം സമരം ചെയ്യേണ്ടി വന്നില്ല. ആ കൊല്ലങ്ങളിൽ കഴിഞ്ഞ നിങ്ങളുടെ തന്നെ സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തതിന് ആനുപാതികമായ നിലയിൽ ഈ വർഷം കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജന്തർ മന്ദറിൽ ചെന്നിരിക്കാതെ വഴിയില്ല എന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അല്ല, FRBM ആക്ട് 2003 പാസ്സാക്കിയതാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചതായ ആക്ടിലാണ്. ആ ആക്ടിനോട് CPM-നോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അതല്ലെങ്കിൽ ഈ പറയുന്ന DMK പോലുള്ള പാർട്ടിക്കോ സൈദ്ധാന്തികമായി വിരോധമുണ്ടായിരുന്നെങ്കിൽ 2004 മുതൽ 2008 അനിൽ കാക്കോട്കറെ ആണവ കരാർ ഒപ്പിടാൻ ചർച്ചയ്ക്ക് അമേരിക്കയിലേക്ക് വിടുന്ന സാഹചര്യത്തിലാണല്ലോ CPM പിന്തുണ പിൻവലിച്ചത്. അപ്പം 4.25 കൊല്ലം, ദീർഘമായ 4.25 കൊല്ലത്തിൽ
ഈ FRBM ആക്ട് മൻമോഹൻ സിംഗിനോട് പറഞ്ഞ് പിൻവലിപ്പിക്കാമായിരുന്നല്ലോ. അല്ല സാർ, ഈ FRBM ആക്ട് നിലവിലുള്ളപ്പോൾ തന്നെയല്ലേ കിഫ്ബി വഴി ലോൺ എടുത്തുകൊണ്ടിരുന്നത്, അതുപോലെ ഈ പെൻഷൻ കമ്പനി വഴി ലോൺ എടുത്തുകൊണ്ടിരുന്നത്. FRBM ആക്ട് നിലവിലുള്ളപ്പോൾ തന്നെ ഇവിടെ ഓഫ് ബജറ്റ് ബോറോവിംഗ് നടന്നിരുന്നു. അപ്പോൾ FRBM ആക്ടിന്റെ പരിധിയിൽ ഈ പറഞ്ഞ വായ്പകൾ കൂടി ഓഫ് ബജറ്റ് ബോറോവിംഗ് കൂടി പെടുത്തിയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. തമിഴ്നാടിന് ഈ പ്രശ്നമുണ്ട്. ചെന്നൈ മെട്രോയ്ക്ക് വേണ്ടി അവർക്ക് ചെന്നൈ മെട്രോയുടെ അടുത്ത ഘട്ടം വികസിപ്പിക്കുന്നതിന് വേണ്ടി ലോൺ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ ലോണും സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ FRBM ആക്ട് സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന പരിധിയിലേക്ക് വരുന്നതോടുകൂടി അവരും കൺസ്ട്രെയിൻഡ് ആവുകയാണ്. ആക്ട് ഇപ്പോൾ കുറെ കാലമായിട്ടുണ്ട്. ഈ സമീപനം ഇപ്പോഴാണ്. അല്ല, കിഫ്ബിക്ക് വേണ്ടി പെട്രോളിനും ഡീസലിനും സെസ് പിരിക്കുന്നില്ലേ? അപ്പോൾ പബ്ലിക് കണക്ഷൻ അല്ലേ, ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നല്ലേ കളക്ട് ചെയ്യുന്നത്? അപ്പോൾ അതെങ്ങനെ ഓഡിറ്റിന് വിധേയമാക്കാതെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുക? അത് പൊതുകടം തന്നെയാണ്. അവിടെയാണ് തർക്കം. പിന്നെ കിഫ്ബിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ സമ്മതമില്ലാതെ വിദേശ കടമെടുത്തിരിക്കുക. അതുകൊണ്ടാണ് കേസ് വന്നത്. അത് ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമാണ്. നിങ്ങൾ രാജ്യത്തൊരു നിയമം നിലനിൽക്കെ ആ നിയമം നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ പ്ലീസ്, നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ആ നിയമപരമായ നടപടി ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് 4.25 കൊല്ലം CPM-ന് ഈ രാജ്യത്ത് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്താൻ അവസരം കിട്ടിയില്ലേ? അന്ന് നിങ്ങൾക്ക് FRBM ആക്ട് പിൻവലിപ്പിച്ചൂടായിരുന്നോ? അന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അനുവാദമില്ലാതെ വിദേശ കടം എടുക്കാം, വിദേശത്ത് നിന്ന് ബോറോയിങ് നടത്താം എന്നൊരു നിയമം കൊണ്ടുവരാമായിരുന്നു. ഞങ്ങളുടെ തടസ്സം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഈ രാജ്യത്ത് നിലനിന്ന ആ നിയമങ്ങളെ ഒന്നും നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം ഞാൻ ആദ്യമേ വായിച്ചല്ലോ. 5 കൊല്ലത്തേക്കാണ് 2,95,000 കോടി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ നിശ്ചയിച്ചത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ല, തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ. ആ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഈ തുക, 5 വർഷം കൊടുക്കേണ്ടതായ തുകയിൽ 87% ആദ്യത്തെ 3 കൊല്ലം കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. സിംഹഭാഗവും കൊടുത്തു കഴിഞ്ഞു. ഇനി 13% ഉള്ളൂ. സ്വാഭാവികമായിട്ടും കുറയും. അത് സ്വാഭാവികമല്ലേ. ഇനി 13% 2 കൊല്ലത്തേക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ കിട്ടിയില്ലേ? അതുകൊണ്ടാണ് ഇത് കുറഞ്ഞു പോയത്. അപ്പൊ ഇതൊക്കെ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണോ? ആണെങ്കിൽ നാളെ പാർലമെന്റിൽ നിങ്ങൾ ഉന്നയിക്കും. ഞാൻ ഇന്ന് വരെ ആരിഫ് ഇങ്ങനത്തെ ഒരു കാര്യം ഉന്നയിക്കുന്നത് കണ്ടില്ലല്ലോ. നിങ്ങളുടെ രാജ്യസഭാ അംഗങ്ങൾ ഈ കാര്യം ഉന്നയിക്കുന്നത് കണ്ടില്ലല്ലോ. ഇനി നാളെയെങ്കിലും ഉന്നയിക്കും. നാളെ സമര ദിവസമല്ലേ, നാളെയെങ്കിലും ഉന്നയിക്കും. വെറുതെ 50 ലക്ഷം ചെലവാക്കിയിട്ട് എന്താ കാര്യം? ഈ സമരം വക ചെലവ് 50 ലക്ഷം അല്ലേ ഇപ്പൊ സംസ്ഥാന ഖജാനാവിന് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽക്കപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ സുപ്രീം കോടതിയുടെ ഒരു കേസ്, അത് നമുക്ക് കാണാം നമുക്ക്. ശരി, ഓക്കെ. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ അരുൺകുമാർ, സമരം 8-ാം തീയതി വൈകുന്നേരം അവസാനിക്കും. അത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യും? ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയും ഉണ്ട് 2-3 മാസം. ശമ്പളം അടക്കം, കരാറുകാരുടെ പൈസ അടക്കം കൊടുക്കാനുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് സമരവും നടത്തും, നിയമപരമായിട്ടുള്ള പോരാട്ടവും നടത്തും. ഭരണഘടനയാണ് സുപ്രീം. അതുകൊണ്ട് ഭരണഘടനയെ വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് പരമോന്നത നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, കേസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ എന്തോ അദ്ദേഹം മനസ്സിൽ കണ്ടാ പറഞ്ഞത്. അത് പുറത്തേക്ക് പറഞ്ഞില്ല എന്നുള്ളൂ. എന്തു മനസ്സിൽ കണ്ടാലും പരമോന്നത നീതിപീഠത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതിനെതിരെ നിയമപരമായി ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണപ്രദമായിട്ടുള്ള വിധി തന്നെ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് വന്നാലും ഒരു B പ്ലാൻ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആലോചന കൂടി ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ ക്ഷേമ കാര്യങ്ങളിലും പശ്ചാത്തല വികസന കാര്യങ്ങളിലും അതുപോലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വാക്കുപാലിച്ച് കൃത്യമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിത് എതിർത്തില്ല എങ്കിൽ വരാൻ പോകുന്ന ഗവൺമെന്റുകൾ ഇപ്പോൾ 10-20 കൊല്ലം കഴിഞ്ഞാൽ അതിഭീമമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിഷയത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത ഇറിട്രബിളി ബ്രോക്കണായി തകർന്നു പോകുന്ന തരത്തിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മാറും. ചരിത്രത്തിലാദ്യമായി നിയമ പോരാട്ടവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടവും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിന് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനിയായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്താണ് പ്ലാൻ ബി എന്ന് ചോദിച്ചു. ഇനിയും പ്ലാൻ ബി എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം ഇതാണ്. യാതൊരുവിധ ദീർഘവീക്ഷണവുമില്ലാതെ യാതൊരുവിധ നയവുമില്ലാതെ വെറുതെ
വൈകാരികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇനിയും നിങ്ങൾക്ക് നടത്തുകയാണ്. ഈ സമരത്തിന്റെ ഭാഗമായി വൈകാരികമായിട്ട് പങ്കെടുക്കാം. എന്തൊക്കെയോ ടിക്കറ്റ് പറഞ്ഞ് ബുക്ക് ചെയ്താൽ ഇനിയും ജനങ്ങളെ കിട്ടും. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലൊരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ ഈ സർക്കാർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയല്ലേ? ഇത്രയും നാളും ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ അവസരങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ബി ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടല്ലേ? ശരി, അപ്പോൾ പ്ലാൻ ബി ഇതാണ് പ്രശ്നം. എന്താണ് എന്നുള്ളത് ഇവർക്ക് നമുക്ക് യാതൊരു നയവുമില്ല, കാത്തിരുന്ന് കാണാം യാതൊരു എന്ത് സംഭവിക്കുമെന്നൊക്കെ. എന്തായാലും യാതൊരു ഫിനാൻഷ്യൽ പ്ലാനും കേന്ദ്ര ഇല്ല. സംസ്ഥാന ബന്ധങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ള കൗതുകം കേരളത്തിന് മാത്രമല്ല, തമിഴ്നാടിന്, ആന്ധ്രാപ്രദേശിന്, അതുപോലെ തന്നെ കർണാടകയ്ക്കൊക്കെ ഉണ്ട്. കർണാടകയുടെ സമരം നാളെയാണ്, കേരളത്തിന്റെ സമരം മറ്റന്നാളാണ്. നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ രാജു പി നായർ, ശ്രീ പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.